3 ചക്ര വണ്ടി ഇത്. അപ്പോൾ 1.6 മില്യൺ അടിച്ച നമ്മുടെ ഓട്ടോറിക്ഷ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ കുറച്ച് തെളിവുകൾ വേണമെന്ന് ചോദിച്ചവർക്ക് തെളിവുകളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയണ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 2022-23 വർഷത്തിൽ 8 ലക്ഷം രൂപയോളം പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും 6 ലക്ഷത്തി ചില്ലാൻ രൂപ കേന്ദ്ര ഫണ്ടിൽ നിന്നും ഉപയോഗിച്ചാണ് 3 വണ്ടികൾ വാങ്ങിയേക്കുന്നത്. 14,91,000 രൂപ ഉപയോഗിച്ചിട്ടാണ് 3 വണ്ടികൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്ത വണ്ടി ഓക്കെ, അതിൽ ഒരു വണ്ടി 31/5/2024 ശേഷം ഉപയോഗിച്ചിട്ടില്ല. ഇനി 2 വണ്ടികൾ പല മാസങ്ങളിലും ഉപയോഗിക്കാത്തതായിട്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇനി 2,20,000 രൂപയ്ക്ക് പുറത്തുനിന്ന് വണ്ടി വാടകയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അത് 15 ലക്ഷം രൂപ കൊടുത്ത് 3 വണ്ടി നമ്മുടെ കയ്യിലുണ്ടായിട്ടാണ് 2,20,000 രൂപയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് വണ്ടി വാടകയ്ക്ക് എടുത്തേക്കുന്നത്. എന്തെന്നാ നോക്കുക. ഇനി അതും പോട്ടെ, 4 ആൾക്കാർക്ക് 34,000 രൂപ ചിലവഴിച്ചിട്ട് അവരെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിപ്പിച്ചവർ. എന്നിട്ട് ആ 4 ആൾക്കാർക്ക് ഇപ്പോൾ വീട്ടിലാണ് ഇരിക്കുന്നത്. പകരം വേറൊരു ആദർശ് എബി എന്ന് പറഞ്ഞ ഒരാൾ 21,900 രൂപ കൊടുത്തിട്ട് ശമ്പളത്തിന് നിർത്തിയിട്ടാണ് ഈ ഒരു വാഹനം ഓടിക്കുന്നത്. അപ്പം നമ്മുടെ 14,91,000 രൂപ കൊടുത്ത് 3 വാഹനങ്ങൾ വാങ്ങിച്ചു. പോട്ടെ, 34,000 രൂപ പഞ്ചായത്തിൻ്റെ കാശ് എടുത്തിട്ടാണ് 4 ആൾക്കാരെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിപ്പിച്ചത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ എന്ന് ഓഡിറ്റ് വിഭാഗം ചോദിച്ചപ്പോൾ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മറുപടിയാണ് രസകരം. വിസ്തൃതിയും ഭൂപ്രകൃതിയും ഒക്കെ വെച്ചിട്ട് ഈ വണ്ടി ഇവിടെ ഓടിക്കാൻ പറ്റില്ലെന്ന്. എൻ്റെ മക്കളെ, ഈ പഞ്ചായത്തിൽ എന്ത് സെറ്റപ്പിൽ ഈ വണ്ടികൾ ഓടും? ഇനി ഇവർ പറയണത് സ്ത്രീകൾക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലെന്ന്. എന്തെന്ന് പറയുക, സ്ത്രീകൾ ഓടിക്കാത്ത വണ്ടികൾ ഏതുള്ള? വിമാനം വരെ സ്ത്രീകൾ ഓടിക്കണ്, ട്രെയിൻ ഓടിക്കണ്. ഈ 4 പേര് ഇവർ ഡ്രൈവിങ് പഠിപ്പിച്ചിട്ട് ഇവർക്ക് പറ്റുന്നില്ല എന്ന് കയറ്റെത്തുമ്പോൾ നിൽക്കണെന്ന്. ഇതൊക്കെ ഒരു കാരണം. ആണുങ്ങളെ ഓടിക്കുമ്പോൾ മാത്രമേ ഈ വണ്ടി പോകുള്ളൂ എന്ന്. പക്കാ സ്ത്രീ വിരുദ്ധതയല്ലേ ഇവർ പറയണത്?